അതായത് ജയിക്കുക, കളിക്കമ്പം, എങ്ങനെയെങ്കിലും ഒരു സ്പോർട്സ്മാൻ ആണല്ലേ അടിമുടി. ഞാൻ സ്പോർട്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. റിലീഷ് സ്പോർട്സ് അതിൽ ഈ പറയുന്ന പോലെ എങ്ങനെയെങ്കിലും ചാക്കോച്ചനെ കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിപരമായ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ചാക്കോച്ചൻ അവിടെ ഷൂട്ടിങ്ങിന് പോയാലും അവിടെ ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും തലവേദനയാവുന്നൊരു പരിപാടിയുണ്ട്. പുള്ളിക്കാലത്തൊരു 4-4:30 മണിക്ക് എണീക്കും. ഈ കാണുന്ന ഈ കുട്ടികളുടെ നേച്ചറുള്ള ഒരു മുഖമല്ലാതെ വളരെയധികം സ്പോർട്സ്മാൻ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന ഒരു ഉഗ്രൻ ഒരു കായിക പ്രേമി ചാക്കോച്ചനകത്തുണ്ട്. 4:30-4:45 ഒരു വിളി തുടങ്ങും. എറണാകുളത്തുള്ള സമയത്ത് ഞാൻ പണ്ട് ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചാക്കോച്ചനൊപ്പം ബാഡ്മിന്റൺ കളിക്കായിരുന്നു. പുള്ളി ഇടുക്കിയിലാണെങ്കിൽ ഇടുക്കിയിൽ, പാലക്കാടാണെങ്കിൽ പാലക്കാട്, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്ത്. പുള്ളിക്ക് കൃത്യമായുള്ള പോക്കറ്റ്സ് ഉണ്ട്. അവിടെ ചെന്നാൽ ഈ ബാഡ്മിന്റൺകാരെ കുത്തി എണീപ്പിച്ച് പുള്ളി കാലത്ത് കളിച്ചിരിക്കും. അത് എത്ര ലേറ്റ് നൈറ്റ് ഷൂട്ട് ഉണ്ടെങ്കിലും മോർണിംഗ് ഏർലി പുള്ളിക്ക് ഷൂട്ടിന് പോകണമെന്നുണ്ടെങ്കിലും പുള്ളി ഈ ഒരു കാര്യം പുള്ളി വളരെ വളരെ അക്യുറേറ്റ് ആയിട്ടും പങ്ക്ച്വലായിട്ടും പുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിന് ചാക്കോച്ചന് ഞാൻ ഭയങ്കര വലിയൊരു സല്യൂട്ട് ഉണ്ട് എൻ്റെ വക. ഇതെന്താ ഇങ്ങനെ ഒരു ഇത്രയും ആൾക്കാർ നിങ്ങളെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കുറിച്ചും സ്പോർട്സിനോടുള്ള കമ്പത്തെ കുറിച്ചും ഷട്ടിൽ നന്നായി കളിക്കും അല്ലേ? ക്രിക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് കളിക്കും, ഷട്ടിലും അത്യാവശ്യം നന്നായിട്ട് കളിക്കും. ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമമായ സത്യം. ഷട്ടിലാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും എനിക്ക് ചില ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. എൻ്റെ 2 ഷോൾഡറിൻ്റെ ലിഗമെന്റ്സ് കുറച്ച് ടയേർഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ കളിക്കുമ്പോഴും അതൊന്ന് മനസ്സിൽ കണ്ടിട്ടേ ഞാൻ കളിക്കാറുള്ളൂ. പക്ഷെ വലിയ സ്മാഷിനൊന്നും പോകാറില്ല. ആൾക്കാരെ പറ്റിക്കുന്ന ഡ്രോപ്പുകളും പ്ലേസ്മെന്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കളിക്കുന്നത്. നമ്മുടെ സ്വഭാവം പോലെ തന്നെയാണ് നമ്മുടെ കളിയും. പക്ഷെ അത്യാവശ്യ സമയത്തൊക്കെ സ്മാഷ് ചെയ്യും. സ്മാഷ് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും സ്മാഷ്. ബാഡ്മിന്റണോടുള്ള ഒരു എന്താ പറയുക ഒരു അഡിക്ഷനാണ് ശരിക്കും കേരളത്തിലുടനീളം. അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന പോലെ ഓരോ ക്ലബ്ബുകളിൽ ഈ പറയുന്ന ഓരോ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം ഇടുക്കിയിലും അടിമാലിയിലും അല്ലെങ്കിൽ കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, അങ്ങനെ നമുക്ക് ആളെ കിട്ടാറുണ്ട്. അവരെ ഈ പറഞ്ഞ രാവിലെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് ഈവൻ വേട്ടയുടെ ഷൂട്ടിംഗ് സമയത്ത് പുനലൂര് പോയപ്പോൾ അവിടെയും ആൾക്കാരെ തപ്പി പിടിച്ച് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സംഭവമാണ്. എൻ്റെ ഒരു ടെൻഷൻ റിലീവിങ് സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്പോർട്സ് ആണ്, പിന്നെ ഡ്രൈവിംഗ്, മ്യൂസിക്, പിന്നെ നല്ല സുഹൃത്തുക്കളോടൊക്കെ ടെൻഷൻസ് റിലീവ് ചെയ്യുന്നത്. താങ്കളുടെ ഈ ട്രൈറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ഹായ് ചാക്കോ ചേട്ടാ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ചാക്കോ ചേട്ടനോടൊപ്പം എനിക്ക് എൽസമ്മ എന്ന ആൺകുട്ടി, 2020, അതുപോലെ ഡോക്ടർ ലവ് എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തും നമ്മൾ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോസും ചെയ്തിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. കാരണം പ്രിയ ചേച്ചി നമ്മുടെ നാട്ടുകാരിയാണ്, ചാക്കോ ചേട്ടൻ നമ്മുടെ നാടിൻ്റെ മരുമകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്കറിയാം, കാരണം പ്രിയ ചേച്ചി ഒരു സൂര്യ ഫാനാണ്. ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ചാക്കോ ചേട്ടൻ, ഞാൻ, സൂര്യ സാറൊക്കെ ഏതാണ്ട് ഒരേ ഹൈറ്റിലൊക്കെ വരും. അപ്പോൾ ഒരു 45 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷം ഈ സ്വന്തമായിട്ട് എങ്ങനെ നമ്മളിപ്പോൾ എങ്ങനെ ഒരു മേക്ക് ഓവർ, കാരണം നമ്മൾ ഈ എന്താ പറയുക എപ്പോഴും ചോക്ലേറ്റ് ഹീറോ അല്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ ചെറിയ ഒരു ആക്ഷൻ പോലെ വരുന്നുണ്ടെങ്കിലും അതിനങ്ങ് എത്രത്തോളം അതിന് ഡെപ്ത് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സൂര്യ സാറിനോട് പണ്ട് രഘുവരൻ സാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ ബോഡിയൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു മസിൽ മാൻ ആയിട്ടൊക്കെ പിന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിച്ചു. കാരണം അദ്ദേഹത്തോട് ഇതേപോലെ എടാ ഒരു 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ എങ്ങനെ നീ ഒരു ആക്ടറിനെ നീ ഒരു 40 വയസ്സിന് ശേഷം ജനങ്ങളിലേക്ക് എത്തിക്കും, ഏതുതരം റോള് ചെയ്ത ഒരു ഹീറോ എന്ന രീതിയിൽ. അപ്പോൾ എനിക്കും ചാക്കോ ചേട്ടന് ചോദിക്കാനുള്ള ഇതാണ്. കാരണം ക്രിക്കറ്റ് ആയാലും ബാക്കി ഏത് സ്പോർട്സ്, ഇപ്പോൾ ബാഡ്മിൻ്റൺ ആയാലും ചേട്ടൻ വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒരു 40 വയസ്സിന് ശേഷം ഒരു ബോഡിയൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ആക്ഷൻ ഹീറോ ലെവലിൽ ചാക്കോ ചേട്ടനെ ഞാൻ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഏതാണ്ട് സെയിം ഹൈറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ എന്ന രീതിയിൽ എങ്ങനെ ചേട്ടൻ ഒരു മേക്ക് ഓവർ, ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ സിനിമയിൽ മാറ്റം വരുത്താൻ, ഒരു ഹീറോ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ചാക്കോച്ചൻ കഞ്ഞി കുടിച്ച് പോകുന്നതിന് മൂപ്പർക്ക് എന്തൊരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. ചോദ്യം കേട്ടാ തോന്നുന്നു എനിക്കിപ്പോ 45 കഴിയാറായി. ആ ഒരു ലൈനിലാണ് ഞാൻ വെച്ചിട്ടുണ്ട്. 2-3 മുറയാണ്. ഒന്നും കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആൾക്കാരെ ഒന്നും അധികം അലോസരപ്പെടുത്താതെ ഓരോരുത്തരുടെ പോയിക്കൊണ്ടിരിക്കും. ഇനി മൂപ്പർ ആഗ്രഹിക്കുന്ന താങ്കൾക്കൊരു 6 പാക്ക് ഒക്കെ ആയിട്ട് താങ്കൾ രംഗത്തേക്ക് വരണതാണ്. വേണേ വരുന്നതല്ലേ ചാക്കോച്ചൻ? എനിക്ക് വേണേ പറ്റും, പക്ഷെ മരിച്ചാലും ഞാൻ ചെയ്യില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ എനിക്കുള്ളത്. അതെന്താ കാരണം?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന കുറച്ച് മരുന്നൊക്കെ കഴിക്കേണ്ടി വരും ചിലപ്പോൾ. അതിലോട് ഞാൻ വളരെ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ഇവൻ ഒരു തലവേദന അല്ലെങ്കിൽ ചെറിയ കോൾഡ് വരികയാണെങ്കിൽ പോലും ഞാൻ പക്ഷെ ഒരു ആക്ഷൻ ഹീറോ ഒക്കെ ആയിട്ട് ചാക്കോച്ചിങ്ങനെ വീണ്ടി ആൾക്കാർ സ്മാഷ് ചെയ്ത് അടിച്ച് തകർത്ത് തരിപ്പണം. സിക്സ് പാക്സ് വേണമെന്ന് ആരും പറഞ്ഞു. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുള്ള രജനീകാന്താണ്. രജനീകാന്ത് സിക്സ് അല്ലെങ്കിൽ ധനുഷായിരിക്കും. അല്ലെങ്കിൽ ധനുഷായിരിക്കും. ധനുഷ് പക്ഷെ ഓൾമോസ്റ്റ് അതിന്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ രജനീകാന്താണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ വെറുതെ ഒരു ആക്ഷൻ ഹീറോ വേഷം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ബേസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബോഡിയിൽ ഇങ്ങനെയുള്ള ഒരു വലിയൊരു പരീക്ഷണങ്ങൾ നടത്തുന്നതിനോട് ഒരു താല്പര്യമില്ല. താല്പര്യം ഉണ്ടാവും. അങ്ങനത്തെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥ വരികയാണെങ്കിൽ താങ്കളുടെ ബോഡിയുടെ ഫിറ്റ്നസ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ചാക്കോച്ചിന് താല്പര്യം. ഇത് തന്നെ വലിയൊരു കടമ്പയാണ്. കാരണം എന്റെ വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാ പരീക്ഷണങ്ങളും ചാക്കോച്ചനെ ആദ്യം എനിക്കിട്ടാ തരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ടും വയറൊന്നുമില്ലല്ലോ ചാക്കോച്ച. അത് ഇച്ചിരി മെനക്കെടാണ്. എനിക്ക് ചെറിയൊരു അസൂയ തോന്നാതിരിക്കുന്നില്ല. കണ്ണുവയ്ക്കായിരിക്കും എനിക്കിട്ടൊന്ന് പണിയോന്നല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും മുടി പോവുകയാണെങ്കിൽ ഒരു കരാറിയുണ്ട്. അതില് യാതൊരു എന്റെ മുടി പോവുകയാണെങ്കിൽ ചാക്കോച്ചന് വയറ് വെക്കും. അതാണ് കോൺട്രാക്ട്. ഒരു ഹിപ്പിയായി മാറും. ആയിക്കോട്ടെ, വരട്ടെ. ഞാൻ ഒരു വിഷയം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചതാണ്. ഒരുപക്ഷെ അതല്ലെങ്കിൽ താങ്കൾ ഈ മേഖലയിലേക്ക് തന്നെ വരണം എന്നുണ്ടായിരുന്നില്ല. യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. നന്നായി അല്ലേ? തീർച്ചയായിട്ടും എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. കാരണം സിനിമയിലേക്ക് വരണമെന്ന് ഒട്ടും ആഗ്രഹിച്ച ആളല്ല ഞാൻ. സിനിമയുടെ ഏത് മേഖലയിലാണെങ്കിലും അഭിനയം എനിക്ക് യാതൊരു രീതിയിലൊരു പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നു സിനിമയിൽ പ്രത്യേകിച്ചും. അപ്പം പാച്ചിക്ക വന്നിട്ട് കഥ പറയുമ്പോൾ അതൊരു നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ ഞാൻ പാച്ചിക്കോട് ചോദിച്ചു, വെറുതെ എന്നെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് അത് കുളവാക്കണോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ സിനിമയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് തീർച്ചയായിട്ടും അനിയത്തിപ്രാവ് എന്ന സിനിമയുടെ ഏറ്റവും ഒരു കുടുംബപരമായിട്ടൊരു ബന്ധമായിരുന്നു. തീർച്ചയായിട്ടും ഒരു വിദ്വാനെ കുറിച്ച് എന്തോ പറയാൻ വേണ്ടിട്ട്. നമസ്കാരം ചാക്കോച്ച. കുറേ ആയി കണ്ടിട്ട്. ആദ്യം ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നില്ല. തിരക്കായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ വരുമെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ടും വന്നില്ല. ഇപ്പോഴത്തെ സാറില്ല. അവിടെ ഉണ്ടാവുമല്ലോ കല്യാണങ്ങളൊക്കെ. ചാക്കോച്ചനായിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്ന സിനിമ ചാക്കോച്ചൻ്റെ ആദ്യ സിനിമയാണ് അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമ. അതൊരു ഗംഭീര സിനിമയായിരുന്നു. ഗംഭീര വിജയമായിരുന്നു. ഫസ്റ്റ് ഡേ, അതായത് അതിൽ അഭിനയിക്കാനുണ്ടായ സംഭവം തന്നെ ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. ചാക്കോച്ചൻ അനിയത്തിപ്രാവ് അഭിനയിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ മാഗസിൻ, പല മാഗസിനും അന്ന് ലൊക്കേഷനിൽ വരുമല്ലോ. അപ്പോൾ മാഗസിൻകാർ ചോദിച്ചു, ഫസ്റ്റ് ഫിലിം എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ അഭിനയിക്കുന്നൊന്നുമില്ല. കാരണം ചാക്കോച്ചൻ പറഞ്ഞത്, ഞാൻ അഭിനയിക്കുന്നില്ല. കാരണം ഇതെന്നെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചാണ് ഈ സിനിമ. അതല്ല, എനിക്കങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാഗസിനിൽ എല്ലാവരും എന്നോട് ചോദിച്ചു, അന്ന് വന്ന മാഗസിൻകാർ, ചാക്കോച്ചൻ ഇങ്ങനെ പറയുന്നു, ചാക്കോച്ചൻ ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിട്ട് ചാക്കോച്ചൻ അഭിനയിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോഴും ചാക്കോച്ചൻ അഭിനയിക്കുന്നില്ല. ചാക്കോച്ചൻ ഈ ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ് എന്നാണ് ഞാനന്ന് മറുപടി പറഞ്ഞത്. പക്ഷേ അന്ന് ചാക്കോച്ചന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി അഭിനയിക്കണ്ട എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അഭിനയിച്ചു? ഇതൊരു നല്ല ഏർപ്പാടാണെന്നോ, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം തുടർന്ന് അഭിനയിച്ചതൊക്കെ എന്തുകൊണ്ടാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ അന്ന് പിന്നെ ചോദിച്ചിട്ടുമില്ല. അത് എന്താ കല്യാണത്തിന് പോയിരുന്നു? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഞാൻ മകളുടെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പോകാൻ പറ്റാത്തൊരവസ്ഥ ഒന്നും എനിക്കറിയില്ല. എന്തായാലും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതെ, അതാണ്. അല്ലെങ്കിൽ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പോകാൻ, അതിൽ യാതൊരു മാറ്റമില്ല. സിനിമയിലേക്ക് വന്നു, പക്ഷെ വീണ്ടും അഭിനയിക്കില്ല എന്ന് വിചാരിക്കുകയും പിന്നീട് ആ തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തത് അതൊരു പരിധിവരെ ചിലപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യങ്ങളും ഒരു കാരണമാണ്. കാരണം ഇത് വലിയ കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ അത്യാവശ്യം ക്യാമ്പസുകളിലൊക്കെയുള്ള ഞാനതിലൊട്ടും മതിമറന്നിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു വലിപ്പം എനിക്ക് ആ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയും വലിയൊരു ഹിറ്റായി സിനിമ തിയേറ്ററുകൾ ഓടുമ്പോഴും ആൾക്കാർ എനിക്ക് വലിയ അപ്രീസിയേഷനും സ്നേഹവും. കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്നു? കോളേജിൽ പഠിക്കുകയായിരുന്നു. തിരിച്ച് കോളേജിലേക്കുള്ളൊരു പോക്ക് എങ്ങനെയായിരുന്നു? താങ്കളെ കാണുന്ന രീതിയിൽ ആൾക്കാർക്ക് മാറ്റം വരുത്തിട്ടുണ്ടാവും. ഇല്ല, ആലപ്പുഴയിലെ എന്റെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും സന്തോഷമായിരുന്നു.
പിന്നെ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു സ്റ്റാർ ഒന്നും അങ്ങനത്തെ രീതിയിലൊന്നും എനിക്ക് ഇടപെടാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഓൾവേസ് പക്ഷെ അതൊരു ഹിറ്റാകുമെന്നും താങ്കളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണെന്നൊന്നും താങ്കൾ ധരിച്ചില്ല? എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ബോധേഡായിരുന്നു. താങ്കൾ എന്തേലും അമ്മച്ചി പറഞ്ഞ കളിച്ചെടുക്കാനായിരുന്നു താങ്കൾ താല്പര്യപ്പെട്ടത്. ഈ സിനിമയുടെ ഉത്തരവാദിത്തങ്ങളും താങ്കൾക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല. പക്ഷെ പിന്നീട് ആരാ ഒരാൾ വരുന്നുണ്ട്, വരട്ടെ. നമസ്കാരം ചാക്കോച്ചായ. അനിയത്തിപ്രാവ് ഇറങ്ങിയപ്പം ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു. ഈ അടുത്ത ഞാൻ അറിഞ്ഞത് അത് ഇറങ്ങിയിട്ട് 20 വർഷമായിരുന്നു. നമ്മളെപ്പോഴും മമ്മൂക്കയെ കുറിച്ചാണ് പറയണത്, അതായത് ഈ പ്രായം കൂടുന്നവരും ഈ ലുക്ക് റിവേഴ്സ് ഗിയറിൽ പോകുന്നത്. പക്ഷെ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ചാക്കോച്ചായൻ്റെ കാര്യത്തിലും. 20 വർഷമായിട്ട് ഞങ്ങൾ ആദ്യമായി അനിയത്തിപ്രാവി കണ്ട അതേ ചാക്കോച്ചായനെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇതിൻ്റെ ഇപ്പം എനിക്കറിയാം ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രഹസ്യം എനിക്കും ഇത് കാണുന്ന ഇപ്പോഴത്തെ, ഞാൻ ചെറുപ്പക്കാരൻ സ്വയം അവകാശപ്പെടുന്നില്ല, പക്ഷെ ബാക്കി എല്ലാ ചെറുപ്പക്കാർക്കും അത് ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞു തന്നേ പറ്റൂ. ഇവനെ പറഞ്ഞു തരികയല്ല, ഇവനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇവന്റെ രൂപം അതിന് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പോളിടെക്നിക് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ പുറകിൽ ഒരു വലിയ പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ പാർക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല, വണ്ടികളൊന്നും അവിടെ ഇടാൻ സമ്മതിക്കില്ല. കാരണം രാവിലെ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണം അവിടെ. ചെറിയ മതിലാണ്, അപ്പോൾ അടിച്ച് ബോൾ അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ആ ബോൾ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ വീട്ടിലുള്ള പയ്യന്മാരെയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തും. അപ്പോൾ പിള്ളേർക്കൊക്കെ പരീക്ഷയുള്ള സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് കലിപ്പുണ്ട്, പക്ഷേ പിള്ളേർ വന്ന് കളിക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു മുഖം കറുപ്പിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല. അന്ന് രാവിലെ എണീറ്റ് അജുവിനെയും കുത്തിപ്പൊക്കി നമ്മുടെ വാടാ കളിക്കാന്നൊക്കെ പറഞ്ഞു, വരാൻ ചായ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ഇവനെ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു, ചായ ഭയങ്കര പല്ലുവേദനയാണ് പറഞ്ഞു. ആണോ, എന്നാൽ ശരി, നീ റെസ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല, എൻ്റെ നേരെ ലൊക്കേഷനിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയി ക്രിക്കറ്റൊക്കെ കളിച്ചു, തിരിച്ചു വന്ന് അതിൻ്റെ നേരെ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ച അജു അവിടെ ഇരുന്നിട്ട് ഒരു 10-25 ഇഡ്ഡലിയും ദോശയും അപ്പവും പുട്ടും എല്ലാം ഒരുമിച്ച് കഴിച്ചോണ്ടിരിക്കും. ഇതാണോ നിനക്ക് പല്ലുവേദന? അയ്യോ സോറി, മടിയായതുകൊണ്ടാണ്. അപ്പൊ ആ മടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നന്നാവില്ല, നന്നാവാൻ സാധ്യതയുണ്ട്. കാരണം ഡോക്ടർ ലവ് എന്ന സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ അന്ന് ഒരുമിച്ച് 2 പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഡോക്ടർ ലവും സെവൻസും. അതിൽ 2ലും അജു ഉണ്ട്. അപ്പോൾ ഡോക്ടർ ലവ് ചെയ്യുന്ന സമയത്ത് അജു ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് ഇനി സിനിമയിൽ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം, എനിക്ക് ഡൗട്ടാണ്, എൻ്റെ ഒരു അവസ്ഥ എന്താവും എന്നുള്ള ഭാവിയെ പറ്റി ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീ നിന്റെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ലവ് വാട്ട് യു ഡു, എന്തായാലും നീ അതിൽ സക്സീഡ് ചെയ്യും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ പിന്നീട് നമുക്കറിയാം തട്ടത്തിന് പറയത്തുന്ന സിനിമയും അതുപോലെ തന്നെ ഒരുപാട് നല്ല സിനിമകളുള്ളൂ. മാത്രമല്ല അജുവിന്റെ ക്യാരക്ടറിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. പിടിച്ചു തുടങ്ങി. അതെ അല്ലേ? തീർച്ചയായിട്ടും. അതാണ്. അപ്പോൾ അതുകൊണ്ട് വെരി ഹാപ്പി ഫോർ ഹിം. ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ താങ്കളൊരു ക്യാമ്പസിന്റെ സെൻസേഷനായി, ശാലിനിയുമായിട്ടൊരു കെമിസ്ട്രി, ഒരുപക്ഷെ താങ്കളൊരു ജോഡിയായിട്ട് കാണാൻ ആൾക്കാർ താല്പര്യപ്പെട്ടു. എനിക്കൊന്നും അതിനുശേഷം വേറെ വലിയൊരു ഹിറ്റ്, അതിൻ്റെ ഒരു സീക്വലായിട്ട് വീണ്ടും ഒരു ഹിറ്റ് വന്നു അല്ലേ? സിനിമയിലേക്ക് മടിച്ചാണ് വന്നത്. പിന്നെ എന്തിനാണ് അവിടെ നിലയുറപ്പിച്ചതാണ് ഉൾപ്പൂർ ചോദിച്ചൊരു ചോദ്യം. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് അത് എനിക്കൊരു ജീവിതോപാധിയായിട്ട് മാറിയായിരുന്നു. ഇപ്പൊ സിനിമയിലേക്ക് ഞാൻ താല്പര്യമില്ലാതെ വന്നയാളാണ്. പിന്നീട് അതെനിക്കൊരു ജീവിതോപാധിയായിട്ട് മാറി. അതിനുശേഷം വീണ്ടും ഞാൻ സിനിമയിലേക്ക് വന്നത് സിനിമ എനിക്ക് വേണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അത് പിന്നീട് ജോലിയേക്കാൾ ഉപരി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, പാഷനായിരുന്നു. നൗ ഐ എൻജോയ് ഡൂയിങ് ഫിലിം. സിനിമ താങ്കൾക്ക് ഒരുപാട് സാമ്പത്തിക സൗകര്യം ഉണ്ടാക്കി തന്നു. തീർച്ചയായിട്ടും. ഒരുപക്ഷെ അതുവരെ പ്രതീക്ഷിക്കാതിരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ താങ്കൾക്ക് ഉറപ്പായിട്ടും, അംഗീകാരങ്ങളും സ്നേഹങ്ങളും എല്ലാം, ഒരുപാട് ഫാൻ ഫോളോയിങ്, ഒരുപാട് സംഭവം. എനിക്കൊന്ന് ഈ നിറം കൂടി ഇറങ്ങി ഓടിയിട്ട് ചാക്കോച്ചന് ആരാധകരുടെ ഒരു പെരുമഴ ആയിരിക്കുമല്ലോ ചാക്കോച്ചൻ. അന്ന് വാട്സപ്പും SMS ഒന്നും ഇല്ലാത്തത് അന്ന കാലത്താണ് കേട്ടോ, എത്ര കാലം മുമ്പാന്നറിയാമോ? മമ്മൂട്ടി, ചാക്കോച്ചൻ, മോഹൻലാലും അല്ലേ? എങ്ങനെയായിരുന്നു? അങ്ങനെയൊന്നുമില്ല, അത്രയും പ്രായമായിട്ടില്ല. അത്ര പ്രായത്തില്ല, പ്രായത്തിനായിരുന്നു. എന്നാ നസീർ സാർ വിട്ട് കുറയ്ക്കണ്ട. അപ്പൊ ഏത് മാർഗത്തിലായിരുന്നു ആൾക്കാർ, താങ്കളുടെ ഫാൻസ്, ഈ പെമ്പിള്ളേരൊക്കെ എങ്ങനെയാ അവരുടെ സ്നേഹം? ഇല്ല, എല്ലാവർക്കും സിനിമകളായിരുന്നു ഇഷ്ടം. അതിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളുടെ പേരുകൾ വെച്ചിട്ടാണ് കൂടുതലും അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. കത്തുകളൊക്കെ ആരാ വായിച്ച ചാക്കോച്ചൻ? കത്തുകൾ കുറെ ഞാനാണ്, പിന്നെ കുറെ സുഹൃത്തുക്കൾ വായിച്ചിട്ടുണ്ട്, പിന്നെ അനിയത്തിമാര്, അമ്മ, എല്ലാവരും ഷെയർ ചെയ്ത് വായിക്കും. കോട്ടയായിരുന്നോ? അത്യാവശ്യം കുറച്ച് കൂടുതൽ വരാറുണ്ടായിരുന്നു കത്ത്. പിന്നെ അത്
എല്ലാവർക്കും മറുപടി അയക്കുക അത് ഒരു സംഭവമുള്ള കാര്യമല്ലായിരുന്നു. ചിലർക്കൊന്നും മറുപടി അയക്കാവുന്ന വെമ്പിയാ. കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ട്. അയച്ചിട്ടുണ്ട്. കുറച്ചല്ല, ചിലവരുടെ കയ്യിലുണ്ട്. 1-2 ആൾക്കാർ എന്നെ അത് കാണിച്ചു തന്നത്. ആണോ? ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അത് അവരൊക്കെ ഇപ്പം പിള്ളേരുടെ അമ്മമാരൊക്കെ ആയിട്ട് അവരെ ഇപ്പം താങ്കൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നിന്ന് കൊടുക്കും. സിനിമയുടെ വേറെ ഭാഗ്യം. ആ കത്തുന്നവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എപ്പോഴെങ്കിലും എടുത്ത് ഉപയോഗിക്കും. എന്തായാലും താങ്കളൊരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്ന് പറയാൻ വേണ്ടിട്ട് ആ വിധം പോകുന്നില്ല. വരട്ടെ, പറഞ്ഞ് തീർത്ത് പോട്ടെ. അനിയത്തിപ്രാവ് ഇറങ്ങിയപ്പം താങ്കള് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഞങ്ങളെ പരിചയപ്പെടുത്തി. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് അത് എനിക്കൊന്ന് ഭയങ്കര ഹിറ്റായി. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സെയിൽസ് ഹീറോ ഹോണ്ടയ്ക്ക് ആ വർഷം ഉണ്ടാകുന്ന ഒരു റീസൺ ചാക്കോച്ചാനും ആ സിനിമയാണ്. വീണ്ടും 2000-ലോട്ട് വരുമ്പം നിറമിറങ്ങി നമ്മുടെ CBC, ഹീറോ ഹോണ്ട CBC. ഈ കമ്പനിയായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടോ? ഇതിൻ്റെയൊക്കെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ അടുത്ത ഏത് വാഹനമാണ്? കുറേ നാളായി ഇപ്പോൾ ഇവരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അടുത്ത ഏതാണ് താങ്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? അത് എന്തൊരു ചോദ്യം ചോദിച്ചു. കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഈ ആദ്യത്തെ സ്പ്ലെൻഡർ തന്നെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ശരിക്കും ഏതായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് കമ്പനിക്കാർക്ക് പോലും അറിയത്തില്ല. CBSലും അങ്ങനെ തന്നെയാണ്. പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അത് ഞാൻ അന്വേഷിച്ച് പോയത്. ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇനിയിപ്പം അഭിനയിക്കുന്ന സിനിമകളിൽ ഈ പറഞ്ഞ പോലെ 100 ദിവസങ്ങൾ കഴിയുന്ന സിനിമകളിലൊക്കെ കുറെ എന്തെങ്കിലും ഒരു ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കാൻ. ഇപ്പം എൽസമ്മയിലെ ഒരു ചെറിയൊരു M80 ഉണ്ട്. പിന്നെ ഓർഡിനറിയിലെ ടിക്കറ്റ് റാക്കും ബാഗും സംഭവങ്ങളും. അതല്ല അജു ചോദിച്ചത്. അതല്ല അജു ചോദിച്ചത് ഈ കമ്പനികളിൽ നിന്ന് കിട്ടിയ കമ്മീഷൻ അത് ഒന്നും കിട്ടിയിട്ടില്ല. അത് ശരി, എന്ത് വിദഗ്ധമായിട്ട് ആ ചോദ്യത്തിൽ താങ്കൾ ഒഴിഞ്ഞു മാറി. ചാക്കോച്ചിന് ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് വേണമെങ്കിൽ ചാക്കോച്ചിന് പോകാമായിരുന്നു. അത്രത്തോളം എന്താ പറയണ്ട ഒരു 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 സെൻസേഷനായി താങ്കൾ മാറി. പക്ഷെ പിന്നീട് സിനിമയിൽ താങ്കൾ കുറെ കോമ്പിനേഷൻ ചെയ്തു തുടങ്ങി അല്ലേ? അതിലേക്കാണ് ഒന്ന് വഴിമാറി പോലെ തോന്നുന്നു. വേണമെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു സൂചകമായിട്ട് വേണമെന്ന് ഞാൻ കാണിച്ചു. അതായത് ഒരു സ്വാഭാവികമായിട്ട് സിനിമകളുടെ ഗതിയിൽ വന്ന മാറ്റം കൊണ്ട് താങ്കളും അതിങ്ങനെ മാറിയതാണോ? എനിക്കൊന്ന് ഇതിനു മുമ്പും ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ തിരക്കുകളും ദിലീപിൻ്റെ തിരക്കുകളുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ദോസ്താണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച്. പിന്നെ കല്യാണരാമൻ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സ്പാനിഷ് മസാല. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു സമയത്ത് ദിലീപും ഞാനുമായിരുന്നു ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു ഏജ് ലെവലിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ. പക്ഷെ ദിലീപ് കുറച്ചുകൂടെ ഒരു ഹ്യൂമർ ഫാമിലി സംഭവങ്ങൾ, ഞാൻ ഒരു ക്യാമ്പസ് ഫാമിലി അങ്ങനത്തെ സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ രീതിയിൽ രണ്ടുപേരും 2 പാരലൽ ട്രാക്സിലായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ദിലീപിൻ്റെ ട്രാക്കായിരുന്നു കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കുറച്ചുകൂടെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുറച്ചുകൂടെ ഒരു ചെറുപ്പക്കാർക്ക് ഒരു ക്യാമ്പസ് ഹീറോ, ഒരു ചോക്ലേറ്റ് ഫേസ്. ഈ ചോക്ലേറ്റ് പോയി ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് കേട്ട് താങ്കൾക്ക് അലർജി ആയി തുടങ്ങി. തീർച്ചയായിട്ടും. അതെ, കാരണം എന്നെക്കാളും ചോക്ലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല സിനിമകൾ, റൊമാൻറ്റിക് സിനിമകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇപ്പോഴും അങ്ങനത്തെ രീതിയിൽ എന്നെ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ എന്നെ കളിയാക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ ഞാനൊരു അഭിനേതാവ് എന്നുള്ള നിലയിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് തോന്നലാണ്. അതെ. പക്ഷെ പിന്നീട് താങ്കൾ ആ ടാഗ് എടുത്ത ആൾക്കാർ കളഞ്ഞു. താങ്കളെ കുറിച്ചാണെന്ന് സംസാരിക്കാൻ വേണ്ടി വരുന്നത്. ഹായ് ചാക്കോച്ച. ഞാൻ ചാക്കോച്ചനെ ഒരു 15-16 വയസ്സ് ആ സമയം തൊട്ടിട്ട് കണ്ടു തുടങ്ങിയതാണ്. സ്വപ്നക്കൂട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, വന്ന് നിൽക്കുന്ന പോളിടെക്നിക് വരെ, അതിൻ്റെ ഇടയിൽ ലോലിപോപ്പ്, അങ്ങനെ കുറെ. ചാക്കോച്ചൻ ഇത്ര കാലമായിട്ട് ഒരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ല. ചാക്കോച്ചൻ ഫിസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ സ്വഭാവത്തിലാണെങ്കിലും ചാക്കോച്ചൻ എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര ചിരിച്ച് ചാക്കോച്ചൻ അങ്ങനെ മൂടിയായിട്ട് മാറിയിരിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചാക്കോച്ചൻ എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ്. ഈവൻ ഷോസ് വരുമ്പോഴാണെങ്കിലും അമ്മ ഷോക്കെ ആകുമ്പോഴും ഒക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റിവിറ്റി തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നത് എങ്ങനെയാ? മേ ബി അതുകൊണ്ടാണോ ചാക്കോച്ചൻ ഇങ്ങനെ ഫോർ എവർ യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം? എപ്പോഴും ചാക്കോച്ചൻ ആ ഒരു ഇപ്പോഴും ഒരു എന്താ പറയാ, ഒരു ചെറുക്കൻ ഇമേജ് ഉണ്ട്, ഒരു ചെറിയ പയ്യൻ ഇമേജ്. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി കൊണ്ടാണോ ചാക്കോച്ചൻ ഇങ്ങനെ ഒരു ഫോർ എവർ യങ് ആയിട്ട് നിൽക്കുന്ന? ആ സീക്രട്ട് ടിപ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. നമുക്കിട്ട് പണിയുന്നതാണ് ഇവരല്ലേ? എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെ ചെറുക്കനൊക്കെ വിളിച്ചിരിക്കുന്നത്. ഒരു ചെറുക്കനായിട്ട് വീണ്ടും 2 പേര് ഒരാൾ കൊണ്ടുവന്നതാണ് സമാനമായിട്ട്. ഒരുപക്ഷെ താങ്കൾ, ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെയല്ല നമ്മളെ ആൾക്കാർ കാണുന്നത്.
അത് വളരെ പ്രധാനമാണ്. ഇപ്പോഴും താങ്കളെ ആൾക്കാർ കാണുന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണയുടെ ചിത്രം ഒരുപക്ഷെ ചാക്കോച്ചന് കിട്ടാൻ കൂടിയിട്ടാണ് ഈ ഷോ. അതായത് നമ്മളെക്കുറിച്ച് ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു വരട്ടെ. എപ്പോഴും കണ്ടുകഴിയുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് എങ്ങനെ ഇത്രയും എനർജറ്റിക് ആയിട്ട് റൗണ്ട് ദ ക്ലോക്ക് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ 7 o'clock മോർണിംഗ് ഷോട്ടിന് കാണുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ലോങ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ടൊരു മേ ബി ഈവനിങ്ങിലോ ലേറ്റ് നൈറ്റ് ഷൂട്ടിലോ കാണുമ്പോഴാണെങ്കിലും ഓൾവേസ് ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും കാണാറുള്ളത്. എനിക്ക് ഈ അവസരത്തിൽ ചാക്കോച്ചനോട് ചോദിക്കാനുള്ളത്, എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു? വളരെ പോസിറ്റീവ്ലിയാണ് മാനേജ് ചെയ്യുന്നത്, എപ്പോഴും വളരെ ഒരു ചിരി മുഖത്ത് എപ്പോഴും ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഇത്ര പോസിറ്റീവ്ലി വള്ളിയും പുള്ളിയും തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഒരാൾ കൂടെ വരട്ടെ. ചാക്കോച്ചനെ പറ്റി പറയുമ്പോൾ സൗഹൃദത്തിനേക്കാൾ ഉപരി പറയാനുള്ളത്, മലയാള സിനിമയിൽ ഞങ്ങൾ എപ്പോൾ ചെന്നാലും ഒരു വരി കഥയിൽ ഞങ്ങൾക്ക് ഡേറ്റ് തരുന്ന ഒരു നടനാണ്. കാരണം ഒരു സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും ചാക്കോച്ചൻ കഥ കേൾക്കുന്നത് തന്നെ. അത്രത്തോളം ഒരു വിശ്വാസം ചാക്കോച്ചന് ഞങ്ങളിലുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ 3 സിനിമകൾ ചെയ്തു, വീണ്ടും ഒരെണ്ണം ചെയ്യാൻ പോകുന്നു. 17 വർഷത്തെ ബന്ധമാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലം മുതൽ, കമൽ സാറിന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിരുന്ന നിറം എന്ന സിനിമയുടെ ലൊക്കേഷൻ തൊട്ട് ഇന്ന് വരെ വളരെ അടുത്ത സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങൾ വീട്ടിൽ കൂടാറുണ്ട്. അത് പറയുമ്പോൾ പ്രിയയെ പറ്റി എടുത്തു പറയണം. ചാക്കോച്ചനോളം തന്നെ എനിക്ക് ഒരു സുഹൃത്തായിട്ടുള്ള ആളാണ് പ്രിയ. പ്രിയ ഇല്ലെങ്കിൽ ചാക്കോച്ചൻ ഇല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ചാക്കോച്ചനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ചാക്കോച്ചനെ ഇന്ന് വരെ ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. പക്ഷേ ബിവെയർ ദ ഫ്യൂറി ഓഫ് എ പേഷ്യന്റ് മാൻ എന്ന് പറയും. ക്ഷമയുള്ള ഒരു മനുഷ്യന്റെ കോപത്തെ ഭയപ്പെടുക എന്ന്. ഏതവസരത്തിലാണ് ഈ സിനിമയിൽ വന്നതിന് ശേഷം ചാക്കോച്ചന്റെ ഓർമ്മയിൽ ചാക്കോച്ചൻ വല്ലാതെ ദേഷ്യപ്പെട്ട ഒരവസരം? ഇത് ഞാൻ ചോദിക്കുന്നത് ഒരു കൗതുകത്തിന്റെ പുറത്താണ്. കാരണം ചാക്കോച്ചന്റെ ദേഷ്യപ്പെടുന്ന മുഖം അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചാക്കോച്ച, നല്ലൊരു ചോദ്യം. എന്താ കാരണം വെച്ചാൽ താങ്കളെ അങ്ങനെ ഒരു രോഷാകുലനായി കണ്ടിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ബാക്കി സിനിമയിൽ പല ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ടും കാരണമില്ലാതെയും ഒക്കെ ദേഷ്യപ്പെടുകയും രോഷം കൊള്ളുകയും. താങ്കളെല്ലാം വീട്ടിൽ നിക്ഷേപിച്ചിട്ടാണോ പുറത്തേക്ക് വരുന്നത്? അതെയോ അതാണോ അതിന്റെ കാരണം? അതാണ് അതിന്റെ സത്യം. അതെയോ താങ്കളുടെ സ്ട്രെസ് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല, അങ്ങനെ സ്ട്രെസ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടാറില്ല. താങ്കൾ പൊട്ടിത്തെറിച്ച അല്ലെങ്കിൽ രോഷാകുലനായിട്ടുള്ള ഒരു മുഹൂർത്തം എന്താണെന്നാണ് മൂപ്പർ ചോദിച്ചിരിക്കുന്നത്. ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പം ചെറിയ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അങ്ങനെ. ഈ സിനിമയിലൊക്കെ ഈ ആൾക്കാർ ഭയങ്കര ടച്ചിയാണ്. എന്താ കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. പല ആൾക്കാർക്കും അവരുടേതായ ഭയങ്കര ഈഗോ ഉള്ള ആൾക്കാരാണ്. ആർട്ടിസ്റ്റ് പൊതുവെ ഈഗോ ഉള്ള ആൾക്കാരാണ്. ഫിലിമിൽ ഈ സ്റ്റാർട്ട് ഉള്ളത് കൊണ്ടും മറ്റ് ഒരുപാട് ഘടകങ്ങളുള്ളതുകൊണ്ടും മണി ഫെയിം എല്ലാം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുക. അതിനകത്ത് അത് ഏത് ലോകത്ത് എവിടെയാണെങ്കിലും അങ്ങനെയാണ്. ഒരുപക്ഷെ ആ ഒരു ഇതൊക്കെ താങ്കളെയും ബാധിക്കേണ്ടതല്ലേ? അങ്ങനെ ബാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മനുഷ്യനെ ഫോൺ വിളിക്കരുതായിരുന്നു. അല്ലെങ്കിൽ പുള്ളി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഞാനൊരു 100-120 പ്രാവശ്യമെങ്കിലും വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കില്ല. പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളി വിളിക്കും, അപ്പൊ ഞാൻ എടുക്കുകയും ചെയ്യും. ഇവരെവിടെ കോട്ടയംകാരനാ? അതാണ് ശരിയല്ലേ? പക്ഷെ അതിന്റെ ഒരു ഫൺ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്താണ് ആവശ്യം, അപ്പൊ തന്നെ പുള്ളി ചിരിക്കാൻ തുടങ്ങും. അപ്പൊ അത് അത്രേ ഉള്ളൂ. കാരണം എന്താണ് പുള്ളി എടുക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ കാരണങ്ങളെ കാണത്തില്ലായിരിക്കും എടുക്കാതിരിക്കാനായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കും. എന്താണ് ആവശ്യം, ഇപ്പൊ വരാൻ സൗകര്യമില്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ എനിക്ക് സഞ്ജയ് നേരത്തെ പറഞ്ഞ പോലെ സഞ്ജയ് ബോബി എന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അത് അവരൊരു 1 ലൈൻ കഥ പറയുമ്പോൾ അത് സിനിമയുടെ ഒരു ഫോർമാറ്റിലേക്ക്, ഒരു വലിപ്പത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ചെറിയൊരു ധാരണ നമുക്കുണ്ട് അവരുടെ സിനിമകൾ കണ്ട് ഉള്ള പരിചയം വെച്ചിട്ട്. പിന്നെ ഞാൻ അങ്ങനെ അവർക്കൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ പിന്നീട് ആ സിനിമ ഞാൻ കൺസീവ് ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നാക്കുക അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ നന്നാക്കുക എന്നുള്ളത് പിന്നെ അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് അവർക്കുള്ളൊരു പണിയാണ്. ഒരുപക്ഷെ അവരിൽ വർദ്ധിച്ച ഉത്തരവാദിത്വമാണ്. എന്താ കാരണം വെച്ചാൽ താങ്കൾ അവർ കാരണമാണ് താങ്കൾ ആ സിനിമയിലേക്ക് വരുന്നത്. തീർച്ചയായും അവരോടുള്ള വിശ്വാസം. ചാക്കോച്ചന്റെ ഈ സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കുമോ? അത് ഭാര്യയാണ് വായിക്കുന്നത്?
അല്ല, ഞാനാണ് വായിക്കുന്നത്. ഭാര്യ അഭിപ്രായം ഒന്നും പറയാറില്ലേ? തീർച്ചയായിട്ടും പറയാറുണ്ട്. ഇപ്പം ട്രാഫിക് എന്ന ആറ് സിനിമ പറഞ്ഞു കേട്ട് പ്രിയയാണ് കൂടുതൽ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അവൾക്ക് ഭയങ്കര മടിച്ചാ വായിക്കാനായിട്ട്. വായിക്കാൻ പറഞ്ഞാലും വായിക്കില്ല. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ഫുള്ള് വായിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു താങ്കൾ പ്രണയിച്ച സമയത്ത് വിവാഹം കഴിക്കുമ്പോൾ ഒരു കരാറുണ്ടായിരുന്നു, എൻ്റെ എല്ലാ സ്ക്രിപ്റ്റുകളും വായിച്ച് നീ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവൾ പലപ്പോഴും അത് പാലിക്കാറില്ല എന്നൊക്കെ താങ്കളുടെ സുഹൃത്തുക്കൾ പറയുന്നത് ശരിയാണ്. ഒരു സുഹൃത്താരാ പറഞ്ഞൊരു സുഹൃത്തിന്റെ പേര് പലരുടെയും പേര് ഞാൻ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നില്ല. അല്ല, പറഞ്ഞ സുഹൃത്തുക്കളുടെ പേര് കരാറുണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഒരിക്കലും സ്ക്രിപ്റ്റ് വായിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. വായിച്ചാലും കുഴപ്പമില്ല, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ഈ പ്രിയ എന്നുള്ള പെൺകുട്ടിയെ താങ്കൾ കണ്ടെത്തിയപ്പോൾ അവളിൽ താങ്കൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്തായിരുന്നു ഒരു സിനിമാക്കാരൻ തന്നെ? മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. പലരും പറയാറുണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതിൽ വിശ്വാസമില്ല എന്നുള്ളത്. പക്ഷെ എന്റെ ലൈഫിൽ അതാണ് സംഭവിച്ചത്. അതൊരു ദുരന്തമായിട്ട് സംഭവിച്ചതാണ്. അതൊരു ദുരന്തമാണെന്ന് വേറെ ആൾക്കാർ വ്യാഖ്യാനിച്ചോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അതല്ല എന്നുള്ള ജീവിതം. അത് പുള്ളിക്കാരിക്ക് അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പ്രിയക്ക് എന്റെ ഷോയൊക്കെ ഇടയ്ക്ക് കാണുന്ന ഒരാളും കൂടെയാണ് പ്രിയ. അതുകൊണ്ട് പ്രിയ, ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞ കേട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. തോന്നിയാലും അത് ചാക്കോച്ചോട് തോന്നിക്കോളൂ. ഓക്കെ. എനിക്ക് തോന്നുന്ന നക്ഷത്രത്താരാട്ട് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ട്രിവാൻഡ്രത്ത് ഞാൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടെ റിസപ്ഷനിലെ കുറേ കോളേജ് സ്റ്റുഡൻസ് ഗേൾസ് വന്നിട്ടുണ്ട് ഓട്ടോഗ്രാഫ് മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്ന് റിസപ്ഷനിൽ വന്ന് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ കണ്ണുകളുമായിട്ടാണ് ഇടഞ്ഞത് കോർത്തത്. ആ കണ്ണുകൾ വിടാതെ ഹോണ്ട് ചെയ്ത് തുടങ്ങി. ഹോണ്ട് ചെയ്തല്ല, കുറച്ച് നല്ല ഓർമ്മകൾ തരാൻ തുടങ്ങി. അപ്പൊ ഷൂട്ടിങ്ങിനിടയിലൊക്കെ ആ കണ്ണുകൾ ഇങ്ങനെ വല്ലാതെ താങ്കളെ വന്നു ആക്രമിച്ചു തുടങ്ങി. ഈ ആക്രമണം എത്ര കാലം ഉണ്ടായിരുന്നു സാർ? പണ്ട് ഫോണിലൊക്കെ സംസാരിക്കുമ്പം ഞാൻ പ്രിയോട് ചോദിക്കും, ഹലോ അപ്പുറത്തെ ആളില്ലേ? പുള്ളിക്കാരൊന്നും സംസാരിക്കാറില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറയും, ഒന്ന് മിണ്ടായിരിക്കാവോ? ഒരു ലൈനാണ് ഇപ്പൊ. പക്ഷെ പ്രിയയിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള. എത്ര കാലത്തെ പ്രണയമായിരുന്നു ചാക്കോച്ചൻ? ആരെ പ്രപ്പോസ് ചെയ്ത് ആദ്യം? അതൊക്കെ അങ്ങനെ ഇരുന്നിട്ടല്ല, നമുക്ക് അടുത്ത ഇന്റർവ്യൂടെ. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാൽ. വേറെ ആരും കേൾക്കരുത്. രണ്ടുപേരും പ്രപ്പോസ് ചെയ്തിട്ടില്ല, പറയാതെ പറഞ്ഞ് ഒരു പ്രണയവും കാര്യങ്ങളൊക്കെയാണ്. ആണല്ലേ? എന്തായാലും നിങ്ങൾ ഒരു വിവാഹം കഴിക്കണം തീരുമാനിക്കുമ്പോൾ അതിനകത്തൊരു ഒരു പക്ഷേ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഐ ലവ് യു അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. രണ്ടുപേർക്ക് മനസ്സിലായി കാര്യങ്ങളൊന്നും. രണ്ടുപേരും ഒരു പക്ഷേ ഭാവിയിൽ തങ്ങളുടെ പങ്കാളികളായിട്ട് പരസ്പരം ആൾക്കാരെ കണ്ടു. ഒരു പക്ഷേ എന്നുള്ളതല്ല, അത് ഉറപ്പിച്ച കാര്യമായിരുന്നു. ഉറപ്പിച്ച കാര്യം. സിനിമാക്കാരാണ്, പക്ഷെ ഈ പറഞ്ഞ പ്രിയക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇത് അമ്മാൻ പറ്റുമോ, എത്ര ആൾക്കാരാണ് ഇയാളുടെ പുറകെ നടക്കണം എന്നൊക്കെ ചോദിച്ചു. വീട്ടുകാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ സിനിമാക്കാരനായതുകൊണ്ട് ഈ പറയുന്ന പോലെ വേറെ കല്യാണം കഴിച്ചിട്ടൊക്കെ പോകുക എന്നുള്ള ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പം പ്രിയ അവൾക്ക് വേറെ പ്രണയിക്കാൻ ഞാൻ അവസരം കൊടുത്തില്ല. കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഞാൻ കയറി പ്രണയിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതാണ് എന്റെ പ്ലസ്. അതുകൊണ്ട് പുള്ളിക്കാരി എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോയി കഴിയുമ്പോൾ അത്രയും സമയം വേണമെന്ന് പറഞ്ഞു ഈ വീട്ടുകാർക്ക്. ശരി, അപ്പൊ വീട്ടുകാർ വിചാരിച്ച എനിക്ക് തോന്നുന്ന ആ ഒരു സമയം കൊണ്ട് ഈ വിദ്വാൻ വിട്ട് ഞാൻ വേറെ പോകുന്നുള്ളൂ. ഉടുമ്പ് പോലെ ഒന്നുമില്ല, സാധാരണ രീതിയിൽ അത്രേ ഉള്ളൂ. പ്രിയക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു, അതായത് ഇനിയും വേറെ ആൾക്കാർ ഓട്ടോഗ്രാഫിന് വന്നു കഴിഞ്ഞാൽ രീതിയിലൊന്നും സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യു ആർ വെരി സീരിയസ് അക്കാര്യത്തിൽ. കൊച്ചത് എത്രാമത്തെ പ്രണയമായിരുന്നു പ്രിയ? എത്രാമത്തെ പ്രണയമായിരുന്നു? 4 or 5 ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ 5 ഇച്ചിരി കൂട്ടി പറഞ്ഞുള്ളൂ, 3ാമത്തെയാണ്. 3ാമത്തെയാണ്. 5 വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഓ, അത് ഭയങ്കര വിദ്വാനാട്ട പ്രിയ. 3 കഴിഞ്ഞിട്ട് 4 or 5 ഉണ്ടെങ്കിൽ പിടിച്ചോളുക. അതും അറിയാം, അതിന് ഉത്തരവാദിത്തം എനിക്ക്. അതും അറിയാം. JB ജംഗ്ഷനെ ദുരുപയോഗിക്കുന്ന ഒരാളായിട്ടാണ് ആൾക്കാർ കാണുക. ഈ ഫോറത്തിൽ വെച്ച് ചില ലൈസൻസുകൾ എടുക്കുകയാണ്. കോമ്പിനേഷൻ, അതായത് നിങ്ങളുടെ ഈ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങൾ അഭിനയിക്കുമ്പോൾ ഒരു വലിയൊരു എനർജി അവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത് വലിയൊരു കൗതുകമാണ്. ചാക്കോച്ചൻ എന്താ തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ സീൻസ്? ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. ആ ഒരു ഫണ്ണും ആ ഒരു കോമ്രേഡ്ഷിപ്പും ആ ഒരു എനർജിയും കാര്യങ്ങളും എല്ലാം. ഈ സ്വപ്നക്കൂട് അല്ലെങ്കിൽ ദോസ്ത് അല്ലെങ്കിൽ കല്യാണരാമൻ അല്ലെങ്കിൽ ഡോക്ടർ ലവ്, ഓർഡിനറി, റോമൻസ് അങ്ങനത്തെ സിനിമകളിലുള്ള ഈ പറഞ്ഞ കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ തന്നിട്ടുണ്ട്. ആ സൗഹൃദങ്ങൾ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട്.
ലൈഫ് ഈ പറയുന്ന പോലെ എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സിനിമയേക്കാൾ ഉപരി. ആ ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ്റെ ഉത്സവത്തിന്റെ ഒരു പ്രതീതി. തീർച്ചയായും ഇപ്പോൾ ഓർഡിനറിയുടെ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഞങ്ങൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഞാനുണ്ട്, പ്രിയ ഉണ്ട്, ആനുണ്ട്, ആസിഫ് ഉണ്ട്, പാർവതി ആക്ട്രസ് ഉണ്ട്, ജിഷ്ണുവും ഫാമിലി ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ബിജു വേറെ സ്ഥലത്ത് താമസിക്കുന്ന ബിജു വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ക്രിക്കറ്റ് കളിയൊക്കെയാണ് അതിൻ്റെ വീടിനകത്ത്, ആ ഗസ്റ്റ് ഹൗസിനകത്ത് ക്രിക്കറ്റ് കളിയുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കും, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കും. ജോജു ഒക്കെ ഉണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസാണ്, പാട്ട്, ഡാൻസ്, ബാബുരാജൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു ഫൺ ഒരു ഫാക്ടർ, ഒരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അമ്മമാര് ചാടിത്തുള്ളി വേർത്തൊലിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് കിടക്കാനായിട്ടൊക്കെ പോകുന്നത്. ഒരു ഉല്ലാസവും ഉത്സവവും കൂടിയാണ് ഒരു പക്ഷേ ഈ ലൊക്കേഷൻ. അതെ, തീർച്ചയായിട്ടും നമ്മളൊരു ഫാമിലി പോലെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്കും. പക്ഷെ അതൊക്കെ ഒരു കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് ഷൂട്ടിങ്ങിനേക്കാൾ ഉപരി. പഴയ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ഇത്രത്തോളം ആൾക്കാർ ഇഴചേർന്നിരുന്നില്ല. ഇപ്പോഴറിയില്ല, പണ്ട് ഞാൻ സിനിമ അങ്ങനെ ആസ്വദിച്ചിരുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇതിലോട്ട് ചെല്ലാനായിട്ട് ഞാൻ മടിച്ചു നിന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എൻജോയ് എവറി പ്രോസസ്. ഒരു ഫിലിം മേക്കിങ്ങിന്റെയും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചാക്കോച്ചന് ഒരു വ്യത്യസ്തമായിട്ടൊരു ടച്ച് എനിക്ക് തോന്നുന്നു. സിനിമയിൽ താങ്കൾ ഒന്ന് വഴിമാറി സഞ്ചരിച്ച ഒരു പ്രീതി, വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു മൂവി ആയിട്ട് ആൾക്കാർ ഇതിനെ ആ കാലത്ത് കണ്ടത്. എനിക്കൊന്ന് താങ്കൾക്ക് ഒരുപാട് അംഗീകാരങ്ങളും ആൾക്കാരുടെ ശ്രദ്ധയും ഈ സിനിമയിലേക്ക് വന്നിരുന്നതാണ്. ലോഹി ഇപ്പോൾ നമ്മുടെ അടുത്തില്ല, ഒരുപാട് ഇങ്ങനെയുള്ള സിനിമകൾ പ്രദാനം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ലോഹി. ലോഹിയേട്ടൻ്റെ കാര്യവും നേരത്തെ ഞാൻ സഞ്ജയ് ബാബുയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മൾക്ക് സിനിമ ചിലപ്പോൾ ഒരു വരിയിൽ അല്ലെങ്കിൽ ഒരു വാക്കിലായിരിക്കും പറഞ്ഞു തരുന്നത്. പക്ഷെ അത് സിനിമയുടെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ, വലിപ്പത്തിലേക്ക് വരുമ്പോൾ ജീവിതവുമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ സാജൻ ജോസഫ് ആലുക്ക എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം ചിലപ്പോൾ എൻ്റെ റിയൽ ലൈഫുമായിട്ട് ഒരുപാട് സമാനതകളുള്ള ഒരു സിനിമയും കഥാപാത്രവുമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിനൊരു ജെനുവിനിറ്റി ആൾക്കാർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട്, നാച്ചുറൽ ആയിട്ട് ആൾക്കാർക്ക് താങ്കളുടെ ജീവിതത്തിലെ ഒരു എപ്പിസോഡായിട്ടാണെങ്കിൽ ആണ് പലരും അത് കണ്ടത്. അതെ, തീർച്ചയായിട്ടും അത് ഞാൻ നിഷേധിക്കുന്നില്ല. അത് റിയലിസ്റ്റിക് തന്നെയായിരുന്നു. ഒരു പരിധി വരെ ഒരു 70% റിയലിസ്റ്റിക് തന്നെയായിരുന്നു. അതെ, ആ ഒരു അവസ്ഥ താങ്കൾക്ക് അറിയാം? തീർച്ചയായിട്ടും അറിയാം. അതിനെക്കുറിച്ച് താങ്കൾ ഓർക്കാറുണ്ടോ ഇപ്പോഴൊക്കെ? ഓർക്കാറുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു JB ജംഗ്ഷനിൽ താങ്കളുമായിട്ട് എനിക്ക് ഇരിക്കാനൊരു അവസരം ഉണ്ടാക്കി തന്നത് ആ അവസ്ഥകളും സിനിമയുമാണ്. അത് മറച്ചു വയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രമേ ഞാൻ കാണാൻ ശ്രമിക്കാറുള്ളൂ. ഒരുപാട് കയറ്റവർക്കങ്ങൾ സിനിമയിൽ മാത്രമേ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇത്രത്തോളം സ്റ്റീപ്പായിട്ടൊരു ക്ലൈമ്പും സ്റ്റീപ്പായിട്ടുള്ള ഫോളും, ഒരു ഫാക്ടൽ ഫ്ലോ എന്ന് പറയുന്നത് മറ്റ് സെക്ടേഴ്സിലുണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് പിന്നിലുള്ള അതിൻ്റെ ഒരു ഫെയിമും പോപ്പുലാരിറ്റിയും മണിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും താങ്കളുടെ അങ്ങ് വല്ലാതെ താഴേക്ക് വീണ്ടും പോയി ഇടയ്ക്ക്. അത് ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഫാമിലിയിലാണെങ്കിലും സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ കരിയറിലാണെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ആ വീഴ്ചയിൽ നിന്ന് വീണ്ടും കരകയറാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. ഒരു സ്ട്രോങ് ഫാമിലി എൻ്റെ പുറകെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും സിനിമയിലേക്ക് വരാനും അല്ലെങ്കിൽ വീഴ്ചകളിൽ നിന്നും തിരിച്ച് കരകയറാനും എന്നെ സഹായിച്ചത്. എൻ്റെ അമ്മൂമ്മയാണെങ്കിലും എൻ്റെ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരിമാരാണെങ്കിലും എൻ്റെ ഭാര്യയാണെങ്കിലും ഒരു പരിധിവരെ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും സിനിമയിലുള്ള സുഹൃത്തുക്കളും അല്ലാത്തവരും എനിക്ക് സിനിമയില്ലായിരുന്ന സമയങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മറക്കാറില്ല. അതെല്ലാം എനിക്ക് വീണ്ടും സിനിമയിലേക്ക് വരാനും എന്തെങ്കിലും ആയിത്തീരാനുള്ള ഊർജ്ജമാണ് തന്നിരിക്കുന്നത്. ഇപ്പോഴും സിനിമയിൽ നാളെ ഞാൻ എന്താവും എന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടി. വളരെ അനിശ്ചിതത്വമുള്ള ഒരു മേഖലയാണ് അല്ലേ? ഒരു സിനിമയിൽ ഒരു പുതിയ ട്രെൻഡ് ആരംഭിക്കുന്നു, പുതിയൊരു കൂട്ടുകെട്ട് വരുന്നു, ഉടനെ വേണമെങ്കിൽ നമ്മളൊരു 5 സിനിമകൾ നമ്മൾ അടുപ്പിച്ച് ഓടി. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, നമ്മളെങ്ങനെയാണ് സിനിമയെ കൺസീവ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും ശരി എന്നുള്ളതായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു 6ാമത്തെ പടം ഫസ്റ്റ് ഡേ തന്നെ തകിടം പറയാറുണ്ട്, താഴെ വീണ് പോകാറുണ്ട്. അത്രേ ഉള്ളൂ സിനിമ. പക്ഷെ അതിൽ നിന്നും വീണ്ടും പാഠങ്ങൾ പൊട്ടാവുന്നതാണ് ഈ പറഞ്ഞ സിനിമ. പാഠങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. താങ്കൾക്കൊരു അംഗീകാരം കിട്ടിയൊരു പടമുണ്ട്, ഞാൻ വേണേൽ അത് കാണിക്കാതെ പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം, പ്രത്യേക ജൂറി പരാമർശം താങ്കൾക്ക് നേടിത്തന്ന ഒരു അഭിനയ മുഹൂർത്തമാണ്. എന്തായാലും ചോക്ലേറ്റ് പോയി അല്ല ഇത്. പക്ഷെ ഈ സിനിമയ്ക്ക് ശേഷമാണ് താങ്കൾക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായത് അല്ലേ? പിന്നീടാണ് സിനിമകൾ താങ്കൾക്ക് ഇല്ലാതെ പോയി. എന്താ പെട്ടെന്ന് ചാക്കോച്ച ആരെങ്കിലും പാര വെച്ചോ? ഇല്ല, പാര ഞാൻ തന്നെയാണ്, പാര ഇഷ്ടംപടി പാരകൾ ഞാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത സിനിമകൾ
മോശം സിനിമകളായിരുന്നിരിക്കാം. ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളായിരുന്നിരിക്കാം. പിന്നെ നോക്കുമ്പോൾ ഒരു ഫിസിക്കലായിട്ട് പോലും എനിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇവിടെ തലമുടിയിലോ മീശയിലൊന്നും തൊടാൻ ഞാൻ സമ്മതിക്കാറില്ലായിരുന്നു. മാറ്റങ്ങൾക്ക് വിധേയനാവാൻ ഞാൻ തയ്യാറില്ലായിരുന്നു ആ ഒരു സമയത്ത്. എനിക്ക് തന്നെ എൻ്റെ കണ്ണാടി നോക്കിയിട്ട് എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ ബോറടിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ.